കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. തന്നെ പറ്റിച്ച ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്ന് താൻ കൊടുത്ത ആ 80 ലക്ഷം രൂപയോളം ഒരു ഭർത്താവ് പിൻവലിച്ച കാര്യം. ആ വീഡിയോയിലും അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. എങ്ങനെയാണ് ആ ഭർത്താവ് പിൻവലിച്ചത്? നിങ്ങൾ ഇമ്മ കള്ളം പറയുകയല്ലേ, ഇന്നത്തെ കാലത്ത് അങ്ങനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചോദിക്കുന്ന ഒരു ചെറിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കിട്ടുന്ന ഒരു OTP, അതായത് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ കേട്ട് കാണും, OTP പറഞ്ഞു കൊടുത്തു ബാങ്കിൽ നിന്ന് പൈസ പോയെന്ന്. എവിടെയോ ഇരിക്കുന്ന വ്യക്തി, നമ്മളോട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിക്ക് ഒരു OTP കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലെ ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്ത് നമ്മുടെ പൈസ അവർക്ക് കവർന്നെടുക്കാൻ പറ്റുമെങ്കിൽ, സ്വന്തം വീട്ടിൽ നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിന് സുഖമായിട്ടും പറ്റും. നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ സേഫാണ്, ഫിംഗർ പ്രിൻ്റ് ഇട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ലോക്കാണെന്നൊരു ധാരണ ആൾക്കാർക്കുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഫോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ ഒരു ഡിവൈസ് മാത്രമേ ഉള്ളൂ. ശരിക്കുള്ള ഘടകം നമ്മൾ യൂസ് ചെയ്യുന്ന സിം കാർഡാണ്. ഈ ബാങ്കിനോട്ടൊക്കെ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്ന സിം കാർഡാണ്. നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും ലാസ്റ്റ് വരുന്നത് കഴിഞ്ഞാൽ സിം കാർഡിലേക്ക് ഒരു OTP വരും. ആ OTP കിട്ടുക എന്നുള്ളതിനകത്താണ് ശരിക്കുള്ള ഘടകം. ഫോൺ നഷ്ടപ്പെട്ടു പോയാലും അല്ല, ആ സിം കാർഡ് എടുത്ത് വേറൊരു ഫോൺ ഇട്ടാൽ ഈ പറയുന്ന ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് അറിഞ്ഞാൽ ഒരു ATM കാർഡ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. പഴയ ആപ്ലിക്കേഷൻ ഇട്ടിരിക്കുന്ന പാറ്റേണോ, ഓപ്പൺ ചെയ്യാനുണ്ടെന്ന പാറ്റേണോ, പാസ്വേഡ് ഒന്നും വേണമെന്നില്ല. നമുക്കിതൊക്കെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളുടെ ബാങ്ക് കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും സേഫാണെന്ന് കരുതരുത്. കാരണം വേറെ ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന ബാങ്ക് ഡീറ്റെയിൽസ്, ATM കാർഡ്, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന നമ്മുടെ സിം കാർഡ്, ഫോണും വേണമെന്നില്ല. ഇപ്പോൾ ഫോണിപ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെ ഇവരെങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, ഫോണിനകത്തൊരു വാല്യൂ ഇല്ല. ഫോണിൽ നിന്ന് സിം കാർഡ് എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്കത് ഇത് ഡീകോഡ് ചെയ്യാനും പുതിയൊരു ഒരു ആപ്ലിക്കേഷനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സാധിക്കും.